ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇങ്ങോട്ട് സ്ഥാനാർത്ഥി തർക്കം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതുമായി ബന്ധപ്പെട്ട പരിഹാസങ്ങൾ വിവാദങ്ങളിലൊക്കെ ചുറ്റിത്തിരിഞ്ഞ കേരള രാഷ്ട്രീയം ഇപ്പോൾ മറ്റൊരു ദിശാമാറ്റത്തിലാണ്. വേറൊരു വിവാദം ഉയർത്തിവിടുന്നു, അല്ലെങ്കിൽ ഒരു ആരോപണം ഉയർത്തിവിടുകയാണ്. ഇന്നലെ വി ഡി സതീശൻ, ഇന്ന് കെ സി വേണുഗോപാൽ അത് ആവർത്തിക്കുകയും ചെയ്തു. CPM BJP ഡീൽ എന്നതാണ്. അത് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കൊണ്ടാണ് ആ ആരോപണം ഉയരുന്നത്. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ലാപ്പിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായെങ്കിൽ, ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പ്രതിരോധത്തിലായെങ്കിൽ, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ അവർ ഉയർത്തിവിടുന്ന ഒരു ചർച്ചയാണ് ചൂട് പിടിക്കുന്നത്. ഗോകുൽ, CPIM-ഉം അതോടൊപ്പം തന്നെ BJP-യും തമ്മിൽ ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന ആരോപണമാണ് കോൺഗ്രസും അതോടൊപ്പം കോൺഗ്രസിന്റെ നേതാക്കളായ കെ സി വേണുഗോപാലും വി ഡി സതീശനുമൊക്കെ ഉന്നയിക്കുന്നത്. അവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ്. ശോഭാ സുരേന്ദ്രൻ BJP-യിലെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന അവിടെ NMR റസാഖ് എന്ന സ്ഥാനാർത്ഥിയാണത്, ദുർബലനായ സ്ഥാനാർത്ഥിയാണത്, ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന കാര്യമാണ് ഈ കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത്. എന്നാൽ തുടരാം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ലാപ്പിലുയരുന്ന ഒരു ആരോപണം, വിവാദം, വാക്പോര് എന്നത് CPM BJP ധാരണ, അത് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി NMR റസാഖിനെ ചൂണ്ടിക്കൊണ്ടാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തിയായ ഒരു സ്ഥാനാർത്ഥിയെ BJP ഫീൽഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വതന്ത്രനെ അവിടെ മത്സരിപ്പിക്കുന്നത്? തിരിച്ച് അതേ ചോദ്യം തന്നെ LDF ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന്റെ തിരക്കിലാണ്. കേവലം 2 ദിവസം കൂടി മാത്രമേ പ്രവൃത്തി ദിവസങ്ങളായി മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ പാർട്ടികൾക്ക്, മുന്നണി നേതൃത്വത്തിന്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ജടിലമായ നീക്കങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. വൈകി വന്ന സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പലയിടത്തും പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളില്ലാതെ ഈ പത്രികാ സമർപ്പണം അത് ഏറെ പ്രധാനവുമാണ്. ഇന്ന് പ്രമുഖ മുന്നണികളുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും പത്രിക സമർപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വിവിധ ജില്ലകളിൽ, വിവിധയിടങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മഞ്ചേശ്വരത്തെ NDA സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ ഇപ്പോൾ മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിലാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.